ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്. കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
+1 പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മണി മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ 2ാമത്തെ വിംബിൾഡൺ കിരീടവും 5ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോങ്കോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ്, ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോർത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറുഗ്വെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ഓസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 5 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം.
വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.